രാജ്യത്ത് ഒരു മയിൽക്കുട്ടി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിന്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാനകാലത്ത് ഈ രാജ്യം ഉണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുക. 4-5 വീശിമാർ സംഘപരിവാറുകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരി വെക്കുന്നത്? ഒരു ചരിത്രത്തിലില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായ ഒരു വീസിക്ക് താൽക്കാലികക്കാരിയായ ഒരു വീസിയെ കൊടുത്തിരിക്കുക. ചക്കിത്തൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്താണ് അവരിവിടെ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുക. വിദ്യാർത്ഥി വിഷയങ്ങൾ വീസിയുടെ മുഴേശപ്പുറത്ത് തുറന്ന അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കാം. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല. അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. ഇങ്ങനെ ഈ സർവകലാശാലകൾക്ക് ഇരുന്നു പോകാം എന്നാണ് വിസിയും വിസിയുടെ രാജാവെന്ന് വിസി കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട വിസിമാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളം എന്ന് പറയാൻ ആഗ്രഹിക്കാം. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ടു പോകാൻ മാത്രമുള്ള കമരക്കരുത്തല്ല ഈ കേരളത്തിന് സമരക്കരുത്ത് നാടുന്നു. ഇന്ന് അവരതറിയുക. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം. ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയും.